ഹലോ, നല്ല നമസ്കാരം. ഫ്ലാസ്ക് OTT-യിൽ വന്നിട്ടുള്ള ഒരു സിനിമയാണ്. ഞാൻ ഈ സിനിമ കാണാനുള്ള പ്രധാനമായ കാരണം എൻ്റെ ഒരു സുഹൃത്ത് ഇതിൽ അഭിനയിച്ചതുകൊണ്ട് മാത്രമാണ് ഈ സിനിമ കാണേണ്ടി വരുന്നത്. എനിക്ക് തോന്നിയത് ഈ സിനിമ കാടിവെള്ളമെങ്കിലും നിറച്ചു വയ്ക്കാമായിരുന്നു ഈ ഫ്ലാസ്കിനകത്ത് എന്നാണ് എനിക്ക് തോന്നിയത്. ഒരുപാട് പ്രോബ്ലംസ് ഉള്ള സിനിമയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇതിൽ ആകപ്പാടെ പെർഫോമൻസ് മാത്രമാണ് ഇതിൻ്റെ ഒരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബാക്കിയെല്ലാം തന്നെ കച്ചടയായിരുന്നു. മൊത്തത്തിൽ ഇതിൻ്റെ സിദ്ധാർത്ഥ് ഭരതൻ്റെ ഇത് അല്പം ഹൈ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഓക്കെയാണ്. അതോടൊപ്പം തന്നെ സുരേഷ് കൃഷ്ണയുടെ പെർഫോമൻസും ഓക്കെയാണ്. അതോടൊപ്പം തന്നെ ഷൈജു കുറുപ്പിൻ്റെ. ഇതിൻ്റെ കഥ എന്ന് പറയുന്നത് ഒരു ഗാനമേളയിൽ പാട്ടൊക്കെ പാടുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥനായിരിക്കുന്ന കാലയളവിൽ തന്നെ അദ്ദേഹം വളരെയധികം അല്പം ഷൈ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം അതുകൊണ്ട് തന്നെ ഒരു ജഡ്ജിയുടെ സഹായിയായിട്ട് കൂടുന്നു. ഈ ജഡ്ജിയെയും സഹായിയെയും മാവോയിസ്റ്റുകളുടെ കയ്യിലകപ്പെടുന്നു. അവിടെ നടക്കുന്ന കുറേ സംഭവങ്ങളൊക്കെയാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. പക്ഷേ ഈ സിനിമ സംസാരിക്കുന്ന ഒരുപാട് സാധനങ്ങൾ, ഒരുപാട് പൊളിറ്റിക്സ് സംസാരിക്കുന്നുണ്ട്. ആ പൊളിറ്റിക്സ് ഒന്നും തന്നെ ഫൈനൽ കട്ടിലെത്തുമ്പോൾ വർക്കാവുന്നില്ല എന്നുള്ളതാണ് സത്യം. ഷൈജു കുറുപ്പ് ഫാമിലി സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ പറയാൻ ശ്രമിക്കുന്നു, അതൊന്നും വർക്കാവുന്നില്ല. അതോടൊപ്പം തന്നെ സിദ്ധാർത്ഥ് ഭരതൻ ഇവിടുത്തെ സിസ്റ്റത്തിൻ്റെ കുറേ കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ ലോ ആൻഡ് ഓർഡർ അതിനെക്കുറിച്ച് ജഡ്ജി പറയാൻ ശ്രമിക്കുന്നു. ഇതൊന്നും ഫൈനൽ കട്ട് വരുന്ന സമയത്ത് ഇതിനൊന്നും പ്രസക്തിയില്ലാതെയായി പോകുന്നു. ഇതിനിടയിലൊക്കെ ആവശ്യമില്ലാതെ കുറേ കോമഡികളൊക്കെ തിരികെ കയറ്റിയത് കൊണ്ട് തന്നെ ഈ വിഷയങ്ങളിൽ പലതും വളരെയധികം പ്രാധാന്യമില്ലാതെ അവസാനത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സംഭവം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിൽ അല്പമെങ്കിലും കാടിവെള്ളമെങ്കിലും നിറച്ച് വയ്ക്കാമായിരുന്നു ഈ ഫ്ലാസ്കിനകത്ത് എന്ന് എനിക്ക് തോന്നിയത്. ഇതിൽ കുറേ കോമഡിയൊക്കെ ഉണ്ട്. അതിൽ ഒരു രണ്ടെണ്ണം എനിക്ക് ചിരി ഉണർത്തി. ഒരുപാട് കോമഡികൾ കയറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്. അവർ നാച്ചുറലായിട്ട് ചെയ്യുന്നതാണ്, നമുക്ക് ചിരി വരണം. ഷൈജു കുറുപ്പും സുരേഷ് കൃഷ്ണയും ചെയ്യുന്ന സാധനം അവർ നാച്ചുറലായിട്ട് ചെയ്യുന്ന സംഭവിക്കുന്ന കുറേ സാധനങ്ങളാണ്. അത് കാണുമ്പോൾ നമുക്ക് ചിരി വരണം. ചിലയിടത്തൊക്കെ ചിരി വരും. എനിക്ക് രണ്ടിടത്ത് അത് ചിരി വന്നിട്ടുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ സിനിമ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് സംഭവം പറയാൻ ഉദ്ദേശിക്കുന്നത്? ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നണമല്ലോ, ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ക്ലിക്കാവണ്ടേ. സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതിൽ എന്താണ് സംഭവിച്ചത്, ഇതെന്താ ഇവർ പറയാൻ ഉദ്ദേശിച്ചത്? ഒന്നുമില്ല. ഇതിൻ്റെ ആക്ഷൻ സീക്വൻസ് ഇത് ആരെങ്കിലും ആദ്യമായിട്ട് ചെയ്ത ഒരു ആക്ഷൻ സീക്വൻസ് ആണോ ഇത്? ഒരു പൂർണ്ണതയില്ലാതെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെബ് സീരീസ് ഇല്ല, ഷോർട്ട് മൂവീസൊക്കെ ചെയ്യത്തില്ലേ, അങ്ങനെയുള്ള രീതിയിലാണ്. ഒന്നിനും ഒരു ആർട്ട് വർക്കും വൃത്തിയേട്, കുറേ നൈറ്റ് സീനൊക്കെ ഉണ്ട്, വെടിവയ്ക്കുന്ന കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ ദൈവമേ, ഇത് കണക്കൊരു കച്ചട. ഇത് ഇങ്ങനെയൊക്കെയാണോ സാധനങ്ങളൊക്കെ ഇത് ചെയ്യുന്നത്? ഇതിന് ഫണ്ടില്ലാത്തത് കൊണ്ടാണോ ഇങ്ങനെ ചെയ്തതെന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം ഈ സിനിമയിലെ ആക്ടേഴ്സ്, ബാക്കിയുള്ള ഒരുപാട് ആക്ടേഴ്സ്, അങ്ങനെയുള്ള പുതുമുഖങ്ങളൊക്കെ ആണ് ഇതിപ്പം കയറിയിട്ടുള്ളത്. ഇതിൽ എടുത്തു പറയത്തക്ക ആകപ്പാടെ 3 പേരെ എനിക്ക് കണ്ടിട്ട് അറിയാവുന്ന ആൾക്കാരുള്ളൂ. കുറേ സിനിമകളിലൊക്കെ ഉള്ള കുറേ ആൾക്കാരുണ്ട്, പക്ഷേ എങ്കിൽ പോലും പ്രധാനമായിട്ടും ഇവർ മാത്രമേ ഉള്ളൂ. ഈ 3 പേരെ ചുറ്റിപ്പറ്റിയിട്ടുള്ള കുറേ സംഭവങ്ങൾ മാത്രം വെച്ചുകൊണ്ട് ബാക്കിയുള്ളതൊന്നും തന്നെ അത്രയും കൺവിൻസിങ് ആയില്ല പലതും. ഇതിൻ്റെ സബ്ജക്റ്റ് പോലും നമുക്ക് ഒരു ദഹിക്കാത്ത ഒരു സാധനമായിട്ട് എനിക്ക് തോന്നി. സമയവും സൗകര്യമുള്ളപ്പോൾ ഒരു തവണ ഒന്ന് കാണാം എന്നതിനപ്പുറം ഇതിൽ ഫ്ലാസ്കിനകത്ത് ഒന്നും നിറച്ചിട്ടില്ല. ഒരുപക്ഷെ തണുത്തുപോയ ഒരു ഫ്ലാസ്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. സാധാരണ നമ്മൾ ഒരു ഫ്ലാസ്കിനകത്ത് എന്താ ചെയ്യുക? ചൂടുവെള്ളമാണെങ്കിൽ ചൂടുവെള്ളം, അല്ലെങ്കിൽ ചായ ആണെങ്കിൽ ചായ, എന്തെങ്കിലും ചൂടായിട്ടുള്ള ഒരു സാധനമാണല്ലോ നമ്മൾ ഫില്ല് ചെയ്ത് വയ്ക്കുക. അങ്ങനെ ഫില്ല് ചെയ്യാൻ വേണ്ടി ശ്രമിച്ച ഫ്ലാസ്കിനകത്ത് ഒരുപാട് സാധനങ്ങൾ, അതായത് ചായയും ചൂടുവെള്ളവും അതോടൊപ്പം തന്നെ തണുത്ത വെള്ളവും എല്ലാം കൂടെ എടുത്ത് ഒഴിച്ച് അതിനെ കച്ചടയാക്കി വെച്ചിട്ടുണ്ട്. അതാണ് ഈ സിനിമയ്ക്ക് സംഭവിച്ച ഒരു വലിയ ഡ്രോബാക്ക്. ഇത്രയും മോശം ആയിപ്പോയി എന്നതുകൊണ്ട് ഈ സിനിമ ഒരു തവണ സമയവും സൗകര്യവും ഉണ്ടെങ്കിൽ ഒരു തവണ മാത്രം കാണാൻ പറ്റുന്ന ഒരു സിനിമ. അതിനപ്പുറം ഈ സിനിമയ്ക്ക് ഒരു വലിയ സംഭവം ഒന്നും തന്നെ ഇല്ല എന്ന് തന്നെ പറയും.
ഞാൻ നെഗറ്റീവ് പറയാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് പറയും ഞാൻ. പക്ഷേ ഇത് OTTയിൽ വന്നതുകൊണ്ട് മാത്രം, തിയേറ്ററിൽ പോയി കണ്ടിരുന്നുവെങ്കിൽ ഞാൻ ഇതിനേക്കാൾ പറയുമായിരുന്നു. എന്തുകൊണ്ടോ OTTയിൽ വന്നതുകൊണ്ട് മാത്രം കണ്ടതാണ്. ഓക്കെ, താങ്ക് യു.